ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീൻസ് തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ബീൻസ് എടുക്കാം. ഞാൻ ഇത്രയും ബീൻസ് എടുക്കുന്നുണ്ട്. ബീൻസ് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലാണ് നമ്മൾ ബീൻസ് തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ബീൻസ് മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്ക് അടുത്തതായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള നേരിയതായി അരിഞ്ഞെടുത്തതും, ഒരു തക്കാളി നേരിയതായി അരിഞ്ഞെടുത്തതും, അതേപോലെ 2 പച്ചമുളക് നേരിയതായി അരിഞ്ഞെടുത്തതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇതിലേക്ക് സവാളയും അതേപോലെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് ബീൻസൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഒരു വിസിൽ മതിയാകും. ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീൻസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു വിസിൽ കൊണ്ട് തന്നെ നമുക്ക് നന്നായി വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയും അതേപോലെ 1 ടീസ്പൂൺ ഉപ്പുമാണ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. അത് മുഴുവനായി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമുക്കിതിലേക്ക് കാച്ചൊഴിക്കാം. അതിനായി ഈ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കടുകിടാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കടുകാണ്. എന്നിട്ട് നമുക്ക് കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തതായി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പിലയും അതേപോലെ നേരത്തെ കാണിച്ചിട്ടുള്ളതുപോലെ 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതുമാണ്. അത് മുഴുവനായി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഓയിൽ വെക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീൻസ് തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി ഇട്ട ശേഷം നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.